ഈസി ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് പരീക്ഷയുടെ അവസാനഘട്ട തയ്യാറെടുപ്പിന് സഹായകമാകുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ചോദ്യം കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും മുൻകൂട്ടി കണ്ട് പഠിക്കുന്നത് നമ്മെ വിജയത്തോടടുപ്പിക്കും. ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റിലെ NIRF റാങ്കിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ട്. പല വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബെസ്റ്റ് കോളേജ് ഏതാണ്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NIRF റാങ്കിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവയുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുന്ന ഏജൻസിയാണ് NIRF. ഈ NIRF ഓരോ കോളേജസിനെ, യൂണിവേഴ്സിറ്റീസ്, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ കോളേജസ്, അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും, ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും റാങ്ക് ചെയ്യുന്നുണ്ട്. ലോഞ്ച് ചെയ്ത വർഷം 29 സെപ്റ്റംബർ 2015 NIRF റാങ്കിംഗ് സിസ്റ്റം തുടങ്ങിയത്. 2015 സെപ്റ്റംബർ 29 അതിന്റെ ആദ്യ റാങ്കിംഗ് പട്ടിക നിലവിൽ വന്നത് 2016 ഓരോ വർഷവും ഈ റാങ്കിംഗ് നടത്തുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ഈ പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നത്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. 2020 ജൂൺ 11 നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്ററായ ശ്രീ രമേശ് പൊഖ്രിയാലാണ് അനൗൺസ് ചെയ്തത്. 2020 ജൂൺ 11 അനൗൺസ് ചെയ്തത്. ഇനി റാങ്കിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓവറോൾ കാറ്റഗറിയാണ്, അതായത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, ടെക്നിക്കൽ ആയാലും സയൻസ് ആയാലും മാനേജ്മെന്റ് ആയാലും ലോ ആയാലും ഇതിലുള്ള എല്ലാ കാറ്റഗറിയും കൂടി എടുക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ IIT മദ്രാസ് ആണ്. ഫസ്റ്റ് IIT മദ്രാസ്. സെക്കൻഡ് പൊസിഷനിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. 3 IIT ഡൽഹി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. കൂടുതലും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഓവറോൾ കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്കിങ്ങിൽ വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഒരെണ്ണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ്. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ ഓർത്തോളുക. IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി. 4ാം സ്ഥാനം IIT ബോംബെ. 5ാം സ്ഥാനം IIT ഖരഗ്പൂർ. അടുത്തത് യൂണിവേഴ്സിറ്റീസ് ആണ്. യൂണിവേഴ്സിറ്റീസിലെ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. NIRF റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. സെക്കൻഡ് പൊസിഷൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി, JNU ആണ് സെക്കൻഡ് പൊസിഷൻ. തേർഡ് വൺ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഫോർത്ത് വൺ അമൃത വിശ്വവിദ്യാപീഠം. ഫിഫ്ത് വൺ ജാദവ്പൂർ യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഓർമ്മയിൽ വെച്ചോളുക. യൂണിവേഴ്സിറ്റികൾ NIRF റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 2020 റാങ്കിങ്ങിലെ ഫസ്റ്റ് പൊസിഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. സെക്കൻഡ് പൊസിഷൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU ഡൽഹി ആണ്. അടുത്തത് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് ഫസ്റ്റ് പൊസിഷൻ IIT മദ്രാസ് ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മദ്രാസ്. പിന്നീട് ഡൽഹി, ബോംബെ, കാൺപൂർ, ഖരഗ്പൂർ. നെക്സ്റ്റ് ബെസ്റ്റ് കോളേജസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് പൊസിഷനിൽ മിറാൻഡ ഹൗസ് ഡൽഹി ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബെസ്റ്റ് കോളേജ് NIRF റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് കോളേജ്, ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജ് ഏതാണെന്നുള്ളത് മിറാൻഡ ഹൗസ് ഡൽഹി ആണ്. സെക്കൻഡ് പ്ലേസ് ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൺ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. 2019 റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൺ ആണ് 2020 സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. തേർഡ് പൊസിഷൻ ഹിന്ദു കോളേജ് ഡൽഹി. ഫോർത്ത് വൺ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹി. ഫിഫ്ത് വൺ പ്രസിഡൻസി കോളേജ് ചെന്നൈ. പ്രസിഡൻസി കോളേജ് ചെന്നൈക്ക് 3ാം സ്ഥാനമായിരുന്നു, അതാണ് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അപ്പൊ ബെസ്റ്റ് കോളേജ് മിറാൻഡ ഹൗസ് ഡൽഹിയാണ്. സെക്കൻഡ് പൊസിഷൻ ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമൺ. അടുത്തത് MBA ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതുവരെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഓർമ്മയിൽ വെച്ചോളുക. ബെസ്റ്റ് MBA ഇൻസ്റ്റിറ്റ്യൂട്ട് NIRF റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലുള്ള ബെസ്റ്റ് MBA ഇൻസ്റ്റിറ്റ്യൂട്ട് IIM അഹമ്മദാബാദ് ആണ്. പിന്നീട് ബാംഗ്ലൂർ, കൽക്കട്ട, ലക്നൗ, ഖരഗ്പൂർ.
NIRF റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ ഇന്ത്യ എയിംസ് ഡൽഹിയാണ്. എയിംസ് ഡൽഹിയാണ് ബെസ്റ്റ് മെഡിക്കൽ കോളേജ്. സെക്കൻഡ് പൊസിഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചണ്ഡീഗറിലാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മൂന്നാം സ്ഥാനം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആണ് മൂന്നാം സ്ഥാനം. Then National Institute of Mental Health and Neuroscience Karnataka, fifth position Sanjay Gandhi Postgraduate Institute of Medical Science, Lucknow. അടുത്ത ആർക്കിടെക്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബെസ്റ്റ് IIT ഖരഗ്പൂർ ആണ്. ആർക്കിടെക്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് പൊസിഷൻ IIT ഖരഗ്പൂർ, സെക്കൻഡ് വൺ റൂർഖെ, then third position NIT Calicut, fourth one Center for Environmental Planning and Technology University Ahmedabad, fifth one School of Planning and Architecture. At the Pharmacy College, best Pharmacy College in India, first and second position ഓർമ്മയിൽ വെക്കുക തന്നെ വേണം. Best Pharmacy College in India, Jamia Hamdard in Delhi, Jamia Hamdard Pharmacy College, Delhi. Second one Punjab University ആണ്, Punjab University ചണ്ഡീഗറിലാണ്. Third position National Institute of Pharmaceutical Education and Research, Mohali. Fourth one Institute of Chemical Technology, Mumbai. Fifth one National Institute of Pharmaceutical Education and Research, Hyderabad. Then best law colleges according to NIRF ranking. First position National Law School of India University, Bangalore. National Law School of India University, Bangalore ആണ് best law college in India. Second position National Law University, New Delhi. Third one Nalsar University of Law, Hyderabad. Fourth one IIT Kharagpur. Fifth one National Law University, Jodhpur. അപ്പോൾ ഇതിൽ ഓരോന്നിനെ ബെസ്റ്റിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഓർത്ത് വെച്ചോളുക. Please do like, share and subscribe the channel. Thanks for watching.